അപ്പോൾ നമ്മുടെ ബോംബെ ട്രിപ്പ് ഇപ്പോൾ ആരംഭിക്കാൻ പോണേ. ബോംബെ ട്രിപ്പ് ഈ ട്രിപ്പ് നേരെ കിറ്റക്സിൽ നിന്ന് ലോഡ് ചെയ്ത് വന്നേക്കുന്നതാണ്. പ്ലേറ്റ് പറഞ്ഞില്ലല്ലോ, ഡിസ്പോസബിൾ പ്ലേറ്റ് പോലെ. അപ്പോൾ അവിടുന്ന് പർച്ചേസൊക്കെ ചെയ്ത് കുറച്ച് സ്റ്റൗവും പാത്രമൊക്കെ മേടിച്ച് നൈസായിട്ട് തൊപ്പൂര് കയറ്റം കയറിക്കൊണ്ടിരിക്കും. ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കിടന്നുറക്കാൻ. പക്ഷെ ഇന്നലെ നല്ലൊരു പണി കിട്ടി, കിടന്നുറങ്ങേണ്ടി വന്നതാണ്. ഇപ്പോൾ തൊപ്പൂര് കയറ്റം കണ്ടിട്ട് നൈസായിട്ട് കയറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ പുറയിലത്തെ വണ്ടി പുറയിലുണ്ട്, അവൻ അവിടെ കുക്കറൊക്കെ മേടിക്കാൻ വേണ്ടിയിരിക്കണേ. അപ്പോൾ കുക്കറും മേടിച്ച് പാത്രവും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവനും കയറും. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റത്തെ ദിവസമായിട്ട് നമ്മളിവിടെ തൊപ്പൂര് കഴിഞ്ഞ് ഇവിടെ കൊണ്ടൊന്ന് ഒതുക്കിയേക്കണേ. ഇനിയിപ്പോൾ മറ്റേ പുറയിലത്തെ വണ്ടി വന്നിട്ട് നമുക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനവും എല്ലാം മേടിച്ചേക്കണം അവരാണ്. നമ്മുടെ കയ്യിൽ സ്റ്റൗ മാത്രമേ നമ്മൾ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പെട്ടിയുടെ അകത്ത് സ്റ്റൗവൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എടുക്കുക, സാധനം ഉണ്ടാക്കുക, പിന്നെ വിടുക. ഈ വണ്ടിക്ക് നല്ല സൂപ്പർ പെട്ടി അടിച്ചിട്ടുണ്ട്. കാരണം നീളത്തിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അടിപൊളിയായിട്ട് വെക്കാം. ഇപ്പോൾ കിച്ചൻ്റെ സാധനങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ബെൽറ്റും ഇതിൻ്റെ ഈ സൈഡിലിടുന്ന കുറച്ച് പില്ലറുണ്ട്. പില്ലറൊക്കെ എല്ലാം അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തതാണ്. അത് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു നൈസൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഒരു അടുക്കള പോലെ തന്നെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നോക്കി, അടിപൊളി സ്ഥലമാണ്. കറക്റ്റ് അളവ്, കറക്റ്റ് അളവിന് വേണ്ടി പണിത് വെച്ചേക്കാം നമുക്ക് വേണ്ടി. ഞങ്ങൾ അവിടെ നിന്ന് ഉള്ളി മേടിക്കാനായിട്ട്, ഉള്ളി സവാളയും ഇതൊക്കെ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് ബസ് സ്റ്റോപ്പ് നശിപ്പിച്ചിട്ടുണ്ടാവും. കൊട്ടി ക്ലീനാണ്. ഇത് സിമ്പിളല്ലേ എന്ന് വിചാരിച്ചിട്ട് പണിയെടുക്കാം. സാധനം എന്താ? അരിശിയുള്ള സാധനം എന്താ? കഴുകട അരി. ഈ അരിയുള്ള സാധനം എന്തൊക്കെ? അത് കഴുകുന്നുണ്ട്. കത്തിയോടെ ഈ ഒരു സവാള ഇത് കുരുകുരാന്നറിയണം. ഇത് രണ്ടും നിന്റെ ഇഷ്ടത്തിനായിരുന്നു. ഓക്കെ,
വീണില്ലേ ചെറുതാക്കടാ നമ്മക്കതിനാളല്ലേ പാചകം പഠിപ്പിക്കുന്നു മുകേഷ്. ബൈജു പിന്നെ വിരൽ നോക്കണേ. അല്ലെന്നേ സവാള പറഞ്ഞുകൊണ്ട് കുന്നുവിന് വേണമെങ്കിൽ ആ തൈര് ഇട്ടും പച്ചമുളക് ഇട്ട് ഒരു കച്ചമ്പറം ഉണ്ടാക്കാം അല്ലേ? അപ്പൊ പിന്നെ ഇരിക്കട്ടെ കുതിരപ്പ. ആ അത് ഗ്രാൻഡായിരിക്കും. മറ്റേ കുട്ടികളെ അവരുടെ കഴിഞ്ഞേ ഇത് സാറന്മാരെ അവരുടെ ഉണ്ട്, അത് ഗ്രാൻഡായിരിക്കും. ഞാനിന്നലെ അവിടെ കുളിച്ച് മുകേഷേ. ഞാനവിടെ തന്നെ അവിടെ നിന്ന് മിക്കാറും കമ്പനി പുറത്താക്കുമെന്ന്. എന്തായാലും നൈസൊരു അടുക്കള കിട്ടിയത്. അടുക്കള സൂപ്പർ. നമ്മുടെ അരി വെന്ത് അരി അങ്ങോട്ട് ഇറക്കി അരി ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ നൈസ് ഇവിടുത്തെ അരിയാണ് സംഭവം. കേരളത്തിൽ നിന്ന് അരി മേടിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടുത്തെ നമ്മ കഴിച്ചു നോക്കണ്ടേ? അതെ, ഇവിടുത്തെ കഴിച്ചു നോക്കണേ. നമ്മ ഉണ്ടാക്കി കഴിച്ചു നോക്കണം, അറിയാൻ പറ്റുള്ളൂ. ചരിഞ്ഞുപോയി പൊങ്ങിയപ്പോ. അതായത് ഉണ്ട് സ്പൂൺ ദേ ഇവിടെ മേടിച്ചിട്ടുണ്ട്. മറ്റേ വലുതാ മേടിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നോ. ലൈറ്റർ അതെ. ഓ കെട്ടുപോയത്. ചോറ് ആ റൈസ് കട്ടർ എടുത്തിട്ട് ചോറ് ഉണങ്ങിയത്. ഈ ചോറ് ഉണമ്പ് ഇങ്ങോട്ട് വെക്കും. ചോറെടുക്കും. ആ ചോറ് ഇങ്ങോട്ട് വെക്കും. കുറച്ചിട്ടാ മതി, പിന്നെ എടുത്തിട്ട് തന്നെ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇല്ലല്ലേ അങ്ങനെ നമ്മൾ ചവിട്ടിപ്പിടിച്ച് അത്തിപ്പള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ അതെ ചെക്ക് പോസ്റ്റിലേക്ക് ബില്ലൊക്കെ കാണിട്ട് ചെക്ക് പോസ്റ്റിലേക്ക് പോണേ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞത് ഇവിടെ നമ്മുടെ ടൗൺ എത്തി, ബാംഗ്ലൂർ ടൗണിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ഔട്ടർ റോഡിലേക്ക് കയറണം. ലെഫ്റ്റിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് നേരെ പോയ പണി പാടും. വഴി അറിയാൻ പാടില്ല. നമ്മുടെ മറ്റേ വണ്ടി ഇത് തൊട്ട് പുറകിലുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ടർ റോഡ് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഔട്ടറിൽ കൂടി പോകണം. ടൗണിൽ കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വഴിയാവും. വണ്ടി അങ്ങോട്ട് വേണം തിരിച്ച് നമുക്ക് പോകാൻ പറ്റാത്ത വഴിയൊക്കെ പോകേണ്ടി വരും. അവിടെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു കറങ്ങണം മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരിൻ്റെ പുറത്തെത്താം. സാർ അത് പട്ടിയാണ്.
അങ്ങനെ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നൈസ് റോട്ടിൽ കൂടി നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കണേ നൈസ് റോട്ടിൽ കൂടി. ഇറക്കം മാത്രമേ ഉള്ളല്ലേ, ഇത് മൊത്തം ഇറക്കമല്ലോ ഇവിടെ. നമ്മൾ നൈസ് റോഡ് കഴിഞ്ഞ് നൈസ് റോഡ് തീർന്നിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് പൂനെ റോഡ്, തുംകൂര് പൂനെ റോഡ് ലെഫ്റ്റിലേക്കുള്ള വഴി. ഈ ലെഫ്റ്റ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒറ്റ സ്ട്രെയിറ്റ് റോഡ്. പിന്നെ നമുക്ക് ഒന്നും നോക്കണം, ഉറക്കം വന്നവരെ തീർന്നതായിട്ട് പഠിക്കാം. ഉറക്കം വരുമ്പോൾ നമ്മുടെ കോ ഡ്രൈവറിനെ വിളിക്കണം, മെയിൻ ഡ്രൈവറിനെ വിളിക്കണം. മെയിൻ ഡ്രൈവറൊന്നും ഇപ്പോൾ കിടന്ന് ഉറക്കമാണ്. ടോളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതല്ല, അടുത്ത ടോള് വേറെ കിട്ടി. അപ്പോൾ നമ്മൾ നൈസ് റോഡൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് വന്നിട്ട് റോഡ് പാസ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഡീസൽ അടിക്കേണ്ട പമ്പ് കിട്ടി. ഭാരതിന് മുമ്പ് നോക്കി തന്നെയായിരുന്നു, എല്ലായിടത്തും ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുന്നില്ല. ഭാരതിന് മുമ്പ് കയറി ഡീസൽ അടിച്ച് 2 വണ്ടി ഡീസൽ അടിച്ച് പൈസ പ്രശ്നം കൊണ്ട് കുറച്ച് നേരം ടൈം എടുത്തെങ്കിലും പരിപാടിയൊക്കെ തീർത്ത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളത്തെ വീഡിയോ നാളെ കാണാം. ഓക്കെ.